ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് നല്ല അടിപൊളി ടേസ്റ്റിലുള്ള ആലു പറാത്തയാണ്. ഇപ്പൊ നോർത്ത് ഇന്ത്യൻസിന്റെ മെയിൻ ആയിട്ടുള്ള ഒരു ഫുഡും കൂടിയാണ് ഈ ആലു പറാത്ത. അത് നമുക്ക് സിമ്പിൾ ആയിട്ട് തന്നെ എങ്ങനെ ഉണ്ടാക്കിയെടുക്കാന്ന് നോക്കിയാലോ. അപ്പൊ വീഡിയോയിലേക്ക് പോണതിന് മുമ്പ് നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും വീഡിയോ ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യാനൊന്നും മറക്കരുത്. ഞാനിവിടെ ഏകദേശം 4 കപ്പ് ഗോതമ്പ് മാവാണ് എടുത്തിരിക്കുന്നത്. അതിലേക്ക് 1.5 ടീസ്പൂൺ ഉപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു. നല്ല രീതിക്ക് തന്നെ ഒന്ന് മിക്സ് ചെയ്തിട്ട് സാധാരണ വെള്ളം നോർമൽ വാട്ടർ വെച്ചിട്ട് നമുക്കിതൊന്ന് കുഴച്ചെടുക്കണം. അപ്പൊ ഇതൊന്നും ഡീറ്റെയിൽ ആയിട്ട് ഞാൻ പറയുന്നില്ല. ചപ്പാത്തിക്ക് മാവ് കുഴക്കണ പോലെ തന്നെ നമുക്ക് കുഴച്ചെടുക്കാം. കുറച്ച് സോഫ്റ്റ് ആയിട്ടൊന്ന് കുഴച്ചെടുത്താൽ മതി. ഇനി ഇതിന്റെ മുകളിലായിട്ട് കുറച്ച് നമുക്കൊന്ന് ഓയിൽ തടവിയിട്ട് ഒരു സൈഡ് മാറ്റി വെക്കാം. മാവ് കുഴച്ച് ഒരു സൈഡ് മാറ്റി വെച്ച ശേഷം നമുക്ക് ആലു പൊറാത്ത ഉണ്ടാക്കാനുള്ള ആ ഉള്ളിലുള്ള സ്റ്റഫ് എങ്ങനെ ഉണ്ടാക്കുന്നത് നോക്കാം. ആ ഒരു സമയം വരെ ഈ ഒരു മാവ് വെച്ചാൽ മതി. അപ്പൊ ഇതൊരു പാത്രം വെച്ച് നമുക്കൊന്ന് അടച്ചു വെച്ചിട്ട് ഒരു ഭാഗത്ത് മാറ്റി വെക്കാം. നമുക്കൊരു ഒരുപാട് സമയം പുറത്ത് വെക്കണം അങ്ങനെയൊന്നുമില്ല. ആ ഒരു മസാല ഉണ്ടാക്കുന്ന സമയം മാത്രം മതി. അപ്പൊ ഞാൻ ചെറിയ ഉരുളക്കിഴങ്ങ് ഏകദേശം ഒരു 5 എണ്ണം എടുത്തിട്ടുണ്ട്. വലുതാണെങ്കിൽ 2 എണ്ണം എടുത്താൽ മതി. ഇനി അതിലേക്ക് കിഴങ്ങ് വേവിക്കാൻ ആവശ്യമുള്ള വെള്ളവും 1/2 ടീസ്പൂണ് ഉപ്പും കൂടി ഇട്ട് കൊടുത്തിട്ട് നമുക്ക് ആദ്യം ഉരുളക്കിഴങ്ങ് ഒന്ന് വേവിച്ചെടുക്കണം. ഇപ്പൊ കിഴങ്ങ് നമുക്കൊന്ന് ആദ്യം വേവിക്കാൻ വെക്കാം. ഏകദേശം നല്ല രീതിക്ക് തന്നെ ഒന്ന് വെന്ത് വരുന്നവരെ ഒന്ന് വിസിൽ കൊടുക്കാം. ഇപ്പൊ ഏകദേശം ഒരു 10 മിനിറ്റോളം ആയിട്ടുണ്ട്. കിഴങ്ങൊക്കെ നല്ല രീതിക്ക് തന്നെ ഒന്ന് വെന്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിന്റെ ആ തൊലിയൊക്കെ ഒന്ന് കളഞ്ഞ ശേഷം ഒരു പാത്രത്തിലേക്ക് ഒന്ന് മാറ്റി കൊടുക്കണം. വളരെ സിമ്പിൾ ആയിട്ട് ഉണ്ടാക്കാൻ പറ്റിയ ഒരു പറാത്തയാണ്. നമുക്ക് ഇതിന്റെ കൂടെ തൈരൊക്കെ വെച്ച് കഴിച്ചാൽ നല്ല അടിപൊളി ടേസ്റ്റ് ആണ്. അപ്പൊ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പൊ കുട്ടികൾക്കൊക്കെ സ്കൂൾ തുറക്കാറായി അവർക്ക് ലഞ്ച് ബോക്സിനൊക്കെ കൊടുത്തയക്കാൻ പറ്റിയ ഒരു അടിപൊളി സംഭവം കൂടിയാണ്. അപ്പൊ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പൊ നമ്മൾ തൊലിയൊക്കെ കളഞ്ഞെടുത്ത ഉരുളക്കിഴങ്ങ് നല്ല രീതിക്ക് തന്നെ ഒന്ന് മാഷ് ചെയ്തെടുക്കണം. അതിലേക്ക് ഒരു സവാള ചോപ്പ് ചെയ്തത് ചെറുതായിട്ട് തന്നെ ഒന്ന് അരിഞ്ഞെടുത്ത സവാള വേണം ഇട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട്. ഒരു വലിയ സവാള തന്നെ ഇട്ട് കൊടുക്കുക. അതിന്റെ കൂടെ തന്നെ കുറച്ച് മല്ലിയില അരിഞ്ഞതും അതിന്റെ കൂടെ തന്നെ 2 ചെറിയ പച്ചമുളക് അരിഞ്ഞതും കൂടിയാണ് ഇട്ട് കൊടുക്കുന്നത്. എരിവിനനുസരിച്ചിട്ട് നമുക്ക് പച്ചമുളക് ആഡ് ചെയ്ത് കൊടുക്കാം. ഒരു പച്ചമുളക് ആണെങ്കിൽ ചെറുതായി ചോപ്പ് ചെയ്ത് ഒന്ന് ഇട്ട് കൊടുത്താൽ മതി. അതിന്റെ കൂടെ തന്നെ 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് അതിന്റെ കൂടെ തന്നെ ഒരു 1/2 ടീസ്പൂൺ കാശ്മീരി മുളക് പൊടി ഒരു കളറിന് വേണ്ടി മാത്രമാണ്. കുട്ടികൾക്കൊക്കെ പച്ചമുളകൊക്കെ കഴിക്കാൻ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് സ്കിപ്പ് ചെയ്യാം. ഇനി ഇതിലേക്ക് ഒരു 1/2 ടീസ്പൂണ് ഗരം മസാലപ്പൊടിയും കൂടി ഒന്ന് ആഡ് ചെയ്തിട്ട് ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം. ഇപ്പൊ ഒരു 1/4 ടീസ്പൂണും കൂടി ഉപ്പിട്ട് കൊടുക്കുന്നുണ്ട്. ഓൾറെഡി നമ്മൾ കിഴങ്ങ് വേവിക്കുമ്പോൾ ഉപ്പിട്ട് കൊടുത്തിട്ടാണ് വേവിച്ചെടുത്തത്. അപ്പൊ ഞാനിവിടെ ഒരു 1/4 ടീസ്പൂൺ മാത്രം ഉപ്പിട്ട് കൊടുത്തിട്ട് ഈ ഒരു മസാല നല്ല രീതിക്ക് തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. കിഴങ്ങിന്റെ കൂടെ ആ ഉള്ളിയും മല്ലിയിലയും പച്ചമുളകൊക്കെ ഒന്ന് യോജിച്ച് വരുന്ന രീതിക്ക് നല്ല രീതിക്ക് തന്നെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. അതുപോലെ തന്നെ കിഴങ്ങ് കട്ടയില്ലാണ്ട് രീതിയിൽ വേണം നമുക്ക് ഇതൊന്ന് ഉടച്ചെടുക്കാൻ വേണ്ടിയിട്ട്. കാരണം മാവിന്റെ ഉള്ളിൽ സ്റ്റഫ് ചെയ്തിട്ട് ഇതൊന്ന് പരത്തിയെടുക്കുന്ന സമയത്ത് ഉരുളക്കിഴങ്ങ് ഇങ്ങനെ ഉടയാണ്ടുണ്ടെങ്കിൽ നമുക്ക് പരത്തിയെടുക്കാൻ പ്രയാസമായിരിക്കും. അപ്പൊ ഇതാ നമ്മുടെ ആ ഒരു മസാല റെഡി ആയിട്ടുണ്ടായിരുന്നു. ഇനി നമുക്ക് ഏകദേശം ഈ ഒരു വലിപ്പത്തിൽ വേണം നമ്മുടെ മാവ് എടുക്കാൻ വേണ്ടിയിട്ട്. ഇനി അതിലേക്ക് കുറച്ച് ഗോതമ്പ് മാവിന്റെ പൊടി ഒന്ന് ഇട്ട് കൊടുത്ത ശേഷം കുറച്ചൊന്ന് പരത്തിയെടുക്കാം. അപ്പൊ ഞാൻ കുറച്ച് വലിയ രീതിക്ക് തന്നെയാണ് ആലു പറാത്ത ഉണ്ടാക്കിയെടുക്കുന്നത്. ഇതുപോലെ കുറച്ച് വലിയ ബോൾസ് ആണ് നമ്മൾ എടുക്കുന്നുണ്ട് എന്നുണ്ടെങ്കിൽ ഉള്ളിൽ വെക്കണ ആ ഒരു മസാലേന്റെ മിക്സ് നമ്മൾ വെച്ച് നമ്മൾ റോൾ ചെയ്ത് പരത്തിയെടുക്കുമ്പോൾ അധികം അങ്ങനെ പുറത്തേക്ക് മസാല വരാത്ത രീതിയിൽ വരും. അതുകൊണ്ടാണ് കുറച്ച് വലുതാക്കി എടുക്കുന്നത്. അപ്പൊ ഈ ഒരു രീതിക്ക് പരത്തിയെടുത്ത ശേഷം ഇതിന്റെ ഉള്ളിലായിട്ട് ഇതുപോലെ നമ്മുടെ ആ ഒരു കിഴങ്ങിന്റെ മിക്സ് കുറച്ച് വെച്ച് കൊടുക്കുക. എന്നിട്ട് ഈ ഒരു രീതിക്ക് നമുക്കൊന്ന് മടക്കിയെടുക്കാം. ഉള്ളിലേക്ക് ആ കിഴങ്ങ് മസാല വരുന്ന രീതിക്ക് ഒന്ന് മടക്കിയെടുത്ത ശേഷം കൂടുതലായിട്ട് നിങ്ങൾക്ക് മാവ് ഉണ്ട് എന്നുണ്ടെങ്കിൽ ആ ഒരു മുകൾ ഭാഗത്തെ പോർഷൻ കുറച്ച് കട്ട് ചെയ്തെടുക്കാം. ഞാനിവിടെ കുറച്ച് വലുതായിട്ട് തന്നെയാണ് ഉണ്ടാക്കുന്നത്. അതുകൊണ്ട് തന്നെ കട്ട് ചെയ്തൊന്നും എടുക്കുന്നില്ല. ആ ഒരു രീതിക്ക് തന്നെ കുറച്ച് മാവ് അധികം ഇട്ട് കൊടുത്തിട്ട് നമുക്ക് ഗോതമ്പ് മാവിന്റെ ആ പൊടി ഒന്ന് ഇട്ട് കൊടുത്ത ശേഷം 2 സൈഡും ഒന്ന് പ്രസ് ചെയ്തൊന്ന് പരത്തി കൊടുക്കാം. അപ്പൊ നമ്മൾ നോർമല് ചപ്പാത്തിക്ക് പരത്തുന്ന ആ ഒരു രീതിയിൽ ഒരുപാട് അങ്ങനെ നൈസാക്കരുത്.
കുറച്ചൊന്ന് തിക്നെസ് വേണം. ആ ഒരു രീതിക്ക് നമുക്ക് ഇതൊന്ന് പരത്തിയെടുക്കാം. ഈ ഒരു ആലു പൊറാത്തന്റെ കൂടെ നമുക്ക് സൈഡായിട്ട് കഴിക്കാന് കുറച്ച് തൈരിലേക്ക് കുറച്ച് ഉള്ളിയും പച്ചമുളകും, നമ്മൾ ബിരിയാണിക്കൊക്കെ കഴിക്കില്ലേ സലാഡ്, അതുപോലെ എന്തെങ്കിലും കഴിച്ചാൽ നല്ല ടേസ്റ്റ് ആണ്. അല്ലെങ്കിൽ നമുക്ക് ടൊമാറ്റോ സോസിന്റെ കൂടെ കഴിക്കാനും നല്ല അടിപൊളി ടേസ്റ്റ് ആണ്. അപ്പൊ ഈ ഒരു രീതിക്ക് ഞാൻ കുറച്ച് വലുതാക്കിയിട്ട് തന്നെ പരത്തിയെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതൊന്ന് ചുട്ടെടുക്കാം. ഒരു പാന് വെച്ച് കൊടുത്തിട്ട് അതിലേക്ക് ചൂടായി വരുമ്പോൾ നമ്മുടെ ഈ ഒരു ആലു പൊറാത്ത ഒന്ന് ഇട്ട് കൊടുത്തിട്ട് നമുക്കിതൊന്ന് ചുട്ടെടുക്കാം. അപ്പോൾ ഇതിന്റെ മുകൾ ഭാഗത്തായിട്ട് നിങ്ങൾക്ക് നെയ്യോ ഓയിലോ അല്ലെങ്കിൽ ബട്ടർ ആയാലും തേച്ച് കൊടുത്തിട്ട് ഒന്ന് ചുട്ടെടുക്കാം. ഞാനിവിടെ ഓയിലാണ് ഒഴിച്ചു കൊടുക്കുന്നത്. അപ്പൊ രണ്ട് സൈഡും കുറച്ച് ഓയിൽ ഒഴിച്ചു കൊടുത്തിട്ട് ഈ സൈഡൊക്കെ ഒന്ന് നല്ല രീതിക്ക് തന്നെ ഒന്ന് പ്രസ് ചെയ്തിട്ട് വേണം ഇതൊന്ന് ചുട്ടെടുക്കാൻ വേണ്ടിയിട്ട്. കാരണം വലിയ ഉരുളയായതുകൊണ്ട് തന്നെ ഉള്ളിലൊക്കെ ആ മാവ് ഒന്ന് വെന്ത് വരാൻ വേണ്ടിയിട്ട് അതുപോലെ ഒന്ന് ഇങ്ങനെ പ്രസ് ചെയ്ത് കൊടുക്കണം സൈഡൊക്കെ. എന്നിട്ട് രണ്ട് സൈഡും തിരിച്ചു മറിച്ചു വിട്ടിട്ട് നമുക്ക് ഈ ഒരു പൊറാത്ത ചുട്ടെടുക്കാം. നല്ല അടിപൊളി ടേസ്റ്റ് ആണ്. എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. വളരെ സിമ്പിൾ ആയിട്ട് ഉണ്ടാക്കാൻ പറ്റിയതാണ്. അപ്പൊ ഇത് ഏകദേശം 2 എണ്ണം തന്നെ കഴിച്ചാൽ ഒരാൾക്ക് വയറൊക്കെ നല്ല ഫുൾ ആവാൻ അത് മതി. രാവിലത്തെ ഒരു ബ്രേക്ക്ഫാസ്റ്റിനോ അല്ലെങ്കിൽ കുട്ടികൾക്ക് ഉച്ചയ്ക്ക് ലഞ്ച് ബോക്സിനോ ഒക്കെ കൊടുത്തുവിടാൻ പറ്റിയ ഒരു അടിപൊളി ഐറ്റം കൂടിയാണ്. ഇപ്പൊ രണ്ട് സൈഡും നമ്മള് ഓയിലൊക്കെ ഒന്ന് ഒഴിച്ചു കൊടുത്തിട്ട് ഈ രീതിക്ക് പ്രസ് ചെയ്തെടുത്താൽ നമ്മുടെ ആലു പൊറാത്ത റെഡി ആയിട്ടുണ്ട്. അടിപൊളി ടേസ്റ്റ് ആണ്. അപ്പൊ ഞാനിവിടെ കുറച്ച് ഉള്ളിയിലേക്ക് കുറച്ച് ഉപ്പും മുളക് പൊടി ഇട്ട് നല്ല മിക്സ് ചെയ്തിട്ട് അതാണ് ഇപ്പൊ ഇവിടെ കഴിക്കാൻ പോകുന്നത്. നമുക്ക് തൈര് എടുത്താലും മതി. ഉള്ളിലൊക്കെ കണ്ടില്ലേ നല്ല രീതിക്ക് തന്നെ വെന്ത് വന്നിട്ടുണ്ട്. നല്ല അടിപൊളി ടേസ്റ്റുള്ള ആലു പൊറാത്ത റെഡി ആയിട്ടുണ്ട്. അപ്പൊ വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും അതുപോലെ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യാനും, ഇഷ്ടമാവുകയാണെങ്കിൽ കമന്റ് ചെയ്യാനൊന്നും മറക്കരുത്. അപ്പൊ പുതിയൊരു വീഡിയോ ആയിട്ട് കാണാം. താങ്ക് യു.